താഴ്ചയാണോ മുകളിലേക്കാണോ? താഴത്തെയാ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം, അതൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്നുവരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശമാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നു. സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ഷൈനി കുഞ്ഞിന്റെ കൈ കൊടു. എന്താ? അയ്യോ ഷൈനി, നെയ്യപ്പം. എന്നതാ നെയ്യപ്പോ? എവിടെ? നെയ്യപ്പം ഒന്നുമല്ല, വേറെ കാര്യ. രാജേട്ടാ, നീ ഇവിടെയാണോ താമസിക്കുന്നില്ലേ? രാജേട്ടാ, ഇതാ ഞാൻ എപ്പോഴും പറയുന്നത് ഷൈനി. റോഹിത്, ഇത് ശ്രീദേവി, നിങ്ങൾ നമുക്ക് കോളേജിൽ പഠിച്ചതാണ്. ഹലോ. അല്ലേ, എല്ലാവരും പുറത്തേക്ക് നിൽക്കണോ? മാതാവിന് മനസ്സിൽ വിചാരിച്ചു വലുതുകാലി വെച്ച് കയറിയത്. ചെന്നാട്ടെ. നിങ്ങൾ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളോ? ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളം. രാജേട്ടൻ ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയുള്ളോ? ആ, എനിക്കിപ്പൊന്നും വേണ്ടേ? ഓ, എനിക്ക് വേണ്ടാന്നിട്ടൊന്നുമല്ല, ഓൾക്കും പറയുന്ന രണ്ടോന്നും കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും നീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഒരു മിനിമം 2 കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികളുണ്ടാകുന്നത് നല്ലത്. റിട്ടയർഡ് ലൈഫിന് മുമ്പ് കുട്ടികൾ പൊസിഷൻ എത്തുമല്ലോ. ചൈനയ്ക്ക് കൊച്ചുകുട്ടികൾക്ക് ജീവന. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവിടെ വാരുമായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. അത് വെറുതെ തന്നെ എനിക്കറിയാവുന്നല്ലേ. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഫിസിക്കാതിരിക്കാൻ പറ്റുമോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാന്? ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ, ആവശ്യത്തിനുള്ള പണം ബാങ്കിന് എടുത്താൽ പോരെ? അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി. അപ്പൊ ലഞ്ചിന്റെ കാര്യം നോക്കണ്ട. ഓക്കെ ഓക്കെ. വാ, നമുക്ക് മോളിൽ പോവാം. വേറെ വയ്ക്കാം. നിങ്ങൾ നോക്കൂ, ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. കണ്ടേ മോളെ, മോളി ആന്റി അറിയോ? മമ്മിയുടെ കൂട്ടുകാരിയാ ഷൈനി ആന്റി. ഞാൻ ഷൈനി ആന്റി. മോള് നിന്നെ പോലൊന്നുമല്ല, അച്ഛന്റെ തനി മിനിയേച്ചറാ. രാജേട്ടൻ പറയണത് എന്നെ പോലെയാണ്. അത് വെറുതെ. ആ, നിന്റെ രാജേട്ടനാണെന്ന് ഞാനും മറ്റേ ദീപിന്. റോഹിത്തിന് മോശമൊന്നുമല്ല, പുള്ളിക്ക് എല്ലാവരും തമാശയാ. ദേഷ്യം വന്നാ പിന്നെ പറയും വേണ്ട. ഞാനും ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ കോംപ്രമൈസ് ആകുന്നത് ബെഡ്റൂമിൽ വെച്ച്. പിന്നെ ഊണെ നോൺ വെജിറ്റേറിയൻ കാണില്ല. ഇതുവരെ നിന്റെ നോൺ വെജിറ്റേറിയൻ അലർജി മാറിയില്ലേ? ഞാൻ കഴിക്കില്ലെങ്കിലും രാജേട്ടിന് വേണ്ടി ഉണ്ടാക്കും. കാർത്തികമ്മ, നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ എന്താ വെച്ച് വാങ്ങിപ്പിക്കാം. ഓ, ഇനിയിപ്പൊ എന്നെ വാങ്ങാനാ? ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ. ആ കത്രീന ചേർത്തിട്ടുണ്ടല്ലോ, ഇറച്ചിയും മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്രത്തിൽ എന്നതാ? അച്ചടിയാ? അച്ചടിയാ? ഇതിലെന്നതാ? അത് കാളൻ. കാളിയും പോത്തൊന്നുമില്ലേ? വലിയ കാര്യത്തിന് ജനിച്ചിട്ട് അച്ചടി കാളുന്നല്ലേ കൊണ്ടാക്കി വെള്ളം. നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. കത്രീന ചേർച്ചയ്ക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയ അത് മതി. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഞാനേ മേജർ സുജിത് സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു. അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം സാബിന് ഉണ്ടാക്കി കൊടുക്കാന്നറിയാമോ? ചേട്ടത്തി, അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ. ഞാൻ കിച്ചണിൽ കയറുമ്പോ മേം സാബിന് കയറും. അതെന്തിനാ? കുക്കിയും പഠിക്കാൻ. എന്തൊക്കെ ഐറ്റംസ് എന്നറിയാമോ? എന്തൊക്കെയാ? ക്രീം ഓഫ് മസൂർ സൂപ്പ്, ബ്രെയിൻ കൂപ്പറെ. അതെന്തുവാ? അയ്യോ, ബ്രെയിൻ കൂപ്പറെ, ബ്രെയിൻ കൂപ്പറെ. പോർത്തിന്താലു, മസാല ബാത്ത്, ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നറിയാം. എന്തെങ്കിലും ഒന്നും വായിച്ച് രുചിയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ? കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. ചേർത്ത് താഴോട്ട് ചെന്നേ, അവിടെ കൊണ്ട് തുടങ്ങണം. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ് ചോദിച്ചായ? എങ്ങനെയുണ്ട്? നീ ഇതിനെ എങ്ങനെ ശ്രമിക്കുന്നു? വേറെ ആരെ കിട്ടാനാ? ഇത്തിരി വർത്താനം ഭരണം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റോഹിത്തിന്റെ അകന്ന് ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ, റോഹിത്തിനോട് എന്നെ എടുക്കുമോ? ഇതെന്നെ പണിയാ കാണിച്ചേ? ഈ നിറം എന്തിനാ കട്ടിലിന് നേരെ വെച്ച്?
അതിനൊക്കെ ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് വെച്ചോ. അവരൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരുത്തില്ലെന്ന്. അതിനെന്താ, വരട്ടെ, കാണട്ടെ. ഓ, ശ്രീദേവിക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടിയാണല്ലോ. അവളുടെ കണ്ണേ വേണ്ട റോയിച്ച, അവളോട് മാത്രം വേണ്ട. അയ്യേ, ഞാൻ വെറും ബ്രദർ സിസ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇടപെട്ടത്. കോളേജിൽ വെച്ചേ ആ കണ്ണു മാത്രം മതിയെന്ന് പറഞ്ഞ് എത്ര ആമ്പിള്ളേർ അവളുടെ പുറകെ നടന്നെന്നറിയോ? എന്താ കണ്ണു മാത്രം കിട്ടിയിട്ട് എന്നാ പ്രയോജനമാ? കണ്ണു മാത്രം കിട്ടിയിട്ട്. ഓ. എന്താ മോളെ? കൊല്ലുന്നു. അയ്യോ എന്റെ കർത്താവേ. അയ്യോ, ആ ചേട്ടനെ വിളിച്ചോണ്ട് താ വരുന്നു. കർത്താവേ, എന്നെ ഒന്നുമില്ല. ഈ കൊച്ചു എന്നെ കണ്ട് പേടിച്ച്. പേടിച്ചോ? ഇവിടെ എന്നാ കണ്ട് പേടിക്കാനാ? ഇവിടെ ഞങ്ങൾ കണ്ട് മാത്രമല്ലേ ഉള്ളൂ. അതെ, ഞങ്ങളല്ലേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി മോളെ. ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിന്നാ പലതും കണ്ട് പേടിക്കേണ്ടി വരും. വാ. മനസ്സിലായതാ തോന്നുന്നു. പച്ചക്കറി വേണ്ട നമുക്ക്. വരുന്നടോ. കുമ്പളങ്ങ, പടവലങ്ങ, പാവയ്ക്ക, വെള്ളരിക്ക, ഇഞ്ചി, കരിയാപ്പില, പച്ചമുളക്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. കൊച്ചമ്മ, ക്യാരറ്റ് കൂടി പുതിയ താമസക്കാർ വന്നു. എവിടെയാണോരെ? കോട്ടയത്തുകാർ. തനിക്ക് എന്തൊക്കെ അറിയണം കേട്ടോ? ഭാര്യയും ഭർത്താവും ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനി വല്ലതും അറിയണോ? അപ്പൊ അണിമുടി ദമ്പതികളാ. ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതിയല്ല, നസ്രാണികളാ. നാരായണന് ഈ കോളനി താമസിക്കുന്ന എല്ലാവരും ബയോഡേറ്റ് അറിയണല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ കൊച്ചന്ന്? ഓരോ വീടിനും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതും വെയിറ്റേറിന് എത്ര, നോൺ വെയിറ്റേറിന് എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്ക് അവിടെ എവിടെയും പറഞ്ഞു കൊടുത്ത് കടിപിടി കൂട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അതിനെങ്കിലും കിഴിഞ്ഞു വേണ്ടി ചോദിക്കുന്നു. ആണോ കേട്ടോ? എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചി മീനില്ലാത്തതാണോ? ഏയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാനെല്ലാം കഴിക്കും. മതി. ഒരാളും തട്ടുന്നുണ്ടില്ല. നോൺ വെജിറ്റേറിയന്റെ ആളാ. ഉണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ? എനിക്കധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടിവിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ടും ആള് മോശമൊന്നും അല്ല. അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ സാറിന്റെ മോളിൽ കെട്ടിവെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര കമ്മലായിപ്പോയി. ഈ ചെമ്മാൻകുടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്നതല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാണ്. ഇടയ്ക്കൊക്കെ വായിക്കുന്നേക്കാം. മുഖസ്തുതി പറയല്ല, രാജേട്ടന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാണ്. എന്നതാ കാര്യം? പറയുന്ന കേൾക്കാമല്ലോ. ഒന്നുമില്ലെന്നേ, ഹോസ്റ്റലിൽ ഇവിടെ നിങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പന്നാ. നാട്ടിൽ പോയി വരുമ്പോ എപ്പോഴും കാണും ഒരു പുതിയ നെയ്യപ്പം. അത് ശരിയാ. ഇപ്പഴെനിക്ക് ഓർമ്മ വന്നത്, അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ അമ്മ വന്നത്. അതെ, നിനക്കെന്നാ പേരായിരുന്നു? എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ. കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും. ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരും. എന്നതാ? വൈറ്റ് ലഗോൺ. ഞാൻ സുധി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള നിസ്സാരായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല പറഞ്ഞു. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെ. ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളന്നല്ല ഈ കുറച്ച് വയസ്സ് തോർന്നു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുകൊണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്നെ എടുക്കാൻ ചോദിച്ചവിടെ? അല്ല, നല്ല തണുത്ത കാറ്റ്, കുറച്ച് നടക്കാന്ന് വിചാരിച്ചു.
ഞാൻ പറയാം. അതല്ല നീ വാ, ഞാൻ പറയാം. ഒരു സ്മോൾ അടിക്കാനാ? ഞാൻ കഴിക്കത്തില്ല. അതുകളാ ബെസ്റ്റ് സ്പോട്ടാ. കസ്റ്റംസിൽ ഒരിക്കലാ. ഒരു കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം. സോറി, എനിക്ക് വേണ്ട. രാജ്മോഹൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് കമ്പനി സൈക്കിന് വേണ്ടി വന്നപ്പോൾ. അത് പറ. ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ? പ്രശ്നമെന്ന് വെച്ചാൽ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്. പക്ഷേ ഹസ്ബൻഡിനെ രണ്ട് പെഗ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫുണ്ട്. എന്റെ വൈഫ് ഷൈൻ. ഷൈൻ അടിക്കോ? അടിക്കുമെന്നോ? എന്നെ അടിയാന്നറിയാവോ? ബിസ്കിയും ബ്രാൻഡി ഒന്നുമല്ല, വൈൻ, മാസ് വൈൻ. ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന. അതല്ലേ അവർക്ക് ഇത്ര ഗ്ലാമർ. അല്ല, എന്നാലും ഒരു കുഴപ്പമില്ല. നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്ന്. അല്ല, നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്റ്റിന്റെ സ്കേഴ്സിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അതെ, നീ പോയി മോട്ട് ചോറ് വിട്, ഞാൻ ഉടനെ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം. ഷോപ്പിംഗിൽ പോകുന്ന പോയില്ലേ? ഞാൻ കുറച്ച് ലേറ്റായി. ശ്രീദേവി നിന്നെ തിരക്കി. കൊച്ചിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട്. ശരി, ഈ കസ്റ്റംസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും. എന്റെ കോട്ട 2 പെഗ്ഗ. ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല. കൂടിയ പെസക വയലന്റ് ആവും. വേണ്ട. അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത്. സത്യം പറയാലോ, വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി. തനിക്കല്ല ശ്രീദേവിയെ പേടിയാണ്. അങ്ങനൊന്നുമില്ല. അത് വിട് വിട് വിട്. അല്ലേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത താൻ 4 വയസ്സിലൊരു കൊച്ചിന്റെ തള്ളയായി കർത്താവേ. പിന്നെ ഞാൻ എന്താ സന്യസിക്കാൻ പോകുന്നു വിചാരിച്ചോ? പറയുന്ന ആളുടെയും കാണാം. 2-3 കൊല്ലം കഴിയട്ടെ. 2 കൊല്ലം കഴിയുമ്പോഴല്ലേ? എടോ, ഇത്രയും വയസ്സിലൊരു കൊച്ചിന്റെ തന്തയാകാനുള്ള പഠിച്ച റോഹിത്തിന് കുഞ്ഞാളി എപ്പോഴും പറയുമ്പോൾ ഒന്നെടുത്ത 2 പേരും കൂടെ എന്തോ ഡിസ്കഷനാ തോന്നുന്നു. പെട്രോളിയം പ്രോഡക്ട്സോ? വേണ്ട, നടക്കുന്നു. പെട്രോളിയം പ്രോഡക്ട്സ്. അവിടെ സ്മോൾ പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ നടക്കുക. റോഹിച്ചനല്ലേ കക്ഷി? റോഹിച്ചൻ കുടിക്കുവോ? ഫസ്റ്റ് കുടിക്കുമെന്ന്. പിന്നെ ഒന്നുണ്ട് കേട്ടോ, ദിവസം 2 കുട്ടിയെ കഴിക്കത്തുള്ളൂ. കഴിച്ച് കഴിഞ്ഞാ പിന്നെ ഫസ്റ്റാ. രാജേട്ടൻ തോന്നില്ല. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. റെയ്താരോ റെയ്താരോ തകതിന്തി നിന്താരോ, 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 റെയ്താരോ റെയ്താരോ തക റെയ്താരോ റെയ്താ. രാജേട്ടൻ കുടിച്ചു അല്ലേ? ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതെന്താ? ഇത് ജീരോ കരിങ്ങാലി. ഇതാണല്ലേ ജീരോ വെള്ളം? താനെന്തായാലും അങ്ങോട്ട് ചെല്ലു. ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി. ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് ഇതിനെ പേടിക്കാതെ പരസ്യമായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാമല്ലോ. ഇന്നെന്തായാലും പ്രശ്നം ഒരു ധൈര്യത്തിന് ഇതിനോട് അകത്തോട്ട് പോട്ടെ. അറിയില്ല എന്നാ പണിയിൽ കാണിച്ച് കുടിക്കാത്താളിന് എന്നത്തിന് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. താണ്ട കിടക്കുന്നു. ഞാൻ 2 പെടിയെ കുടിക്കാറുള്ളൂ, നിനക്കറിയാമല്ലോ. ഉള്ളി ഒരു ജാർ ഒറ്റ ഇരിപ്പിന് അകത്താക്കുന്നു. പിന്നെ ശ്രീദേവി പറഞ്ഞല്ലോ തുടങ്ങില്ലെന്ന്. ഒന്ന് പോടി വെണ്ണേ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും അവരവരുടെ ഭർത്താക്കന്മാർ വലിക്കില്ല, കുടിക്കില്ല, പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട്. ഇത് മോങ്ങാനിരുന്ന പട്ടിക തന്നെ തേങ്ങ വീണ പോലെയാ. എന്നാ വിചാരിക്കാനാ? കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ഞാനാ, സമ്മതിച്ചു. പക്ഷെ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ആ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. പോയി ഫുഡ് എടുത്തു പോയി.
അത് കൊള്ളാം. മോളെ മോളെ കഴിക്കുന്ന വിശക്കുന്നടി. വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ കുടിച്ചു. തെറ്റ്. ശ്രീകുട്ടിക്ക് അറിയാവോ നമ്മുടെ പ്രത്യേക കിപ്പത്തി ചെയ്യാൻ വേണ്ടി നമ്മളെ ചേട്ടൽപ്പം കുടിച്ചത്? പ്രത്യേകിച്ച് വേണ്ടി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പൊന്നു ശ്രീ, നീ കേൾക്കാത്ത ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആ കോട്ടയത്തുകാരൻ അച്ഛൻ ഒരു കമ്പനി ചെയ്തിന് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ഛൻ കരുതി അത് നീയെ പിടിച്ചിട്ടാണ്. അതിന്റെ മോശം എന്റെ ശ്രീകുട്ടി കൂടെ ഉണ്ടാവരുമെന്ന് വിചാരിച്ചാ ഞാൻ രണ്ടു പേക്കടിച്ചത്. അതുകൊണ്ട് എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം. നിന്റെ കാലല്ല ണെങ്കിൽ കാർത്തിനോട് പറ, അവരെടുത്ത് തരും. എനിക്കൊന്നും വേണ്ട. നിനക്കൊന്നും വേണ്ട? എനിക്കും വേണ്ട. ആഹാ, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് ചത്തൊന്നും പോകത്തില്ല. രാജേട്ടൻ കുടിക്കില്ലെന്ന് എന്റെ അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അയക്കോ, ഇനി എന്ത് വേണമെങ്കിലും അയക്കോ. എന്റെ ശ്രീകുട്ടി ഒരുപാട് ഫീൽ ചെയ്ത് വർത്താനം പറയുന്നത്. രാജേട്ടൻ എന്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മയെ ഞാൻ ആരെയാ കണി കണ്ടത്? എന്റെ ദൈവമേ,